ഈ വീഡിയോ ഫിഷിങ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ഇവിടെയുള്ള കുറച്ച് പേരൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് നിങ്ങൾ ഫിഷിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറെന്ന്. അപ്പോൾ ഞങ്ങൾ ഫിഷിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത് ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇത് ഉപ്സലയിലുള്ളൊരു ഷോപ്പാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ല, അതുപോലെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അതായത് ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള സാധനങ്ങൾ വരെ. ഡിഫറെൻറ്റ് ടൈപ്സ് റോഡ്സ് ഉണ്ട്, റീലുകളുണ്ട്, അതിൻ്റെ ത്രെഡ് ഉണ്ട്, ബെയ്റ്റുകളുണ്ട്. ബെയ്റ്റുകൾ ചെറിയ ഫിഷിനെ പിടിക്കാനുള്ള മുതൽ വലിയ ഫിഷിനെ പിടിക്കാനുള്ള ടൈപ്പ് വരെ ബെയ്റ്റുകളുണ്ട്. പല ടൈപ്പ് ബെയ്റ്റുകളുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഈ ഷോപ്പിൽ കൊണ്ടുപോയിട്ടില്ല. കാരണം അവനിപ്പോൾ ഗോകുലിനേക്കാൾ നന്നായിട്ട് അറിയാം ഏതൊക്കെ ഫിഷിനെ പിടിക്കാൻ എന്തൊക്കെ ഐറ്റംസ് വേണം എന്നുള്ളത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവന് എല്ലാം കൂടി ഒരു പരിഭ്രാന്തി ഇപ്പോൾ. അതുകൊണ്ട് ആദ്യകൂട്ടരെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. ഗൂഗിളിന് പോയാൽ തന്നെ ഗൂഗിളിന് അത് വേണോ ഇത് വേണോ ഇത് വേണോ എന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം അത്രയധികം സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് കുട്ടികൾക്ക് ഫിഷിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് വരെ അവിടെ ഉണ്ട്. പിന്നെ വിൻ്റർ ടൈമിലൊക്കെ നമ്മൾ ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ഫുൾ ഓവറോള്, ജാക്കറ്റ്, ബൂട്ടുകൾ, ഫിഷിങ് ക്യാമ്പിങ്ങിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിഷിങ് ടൂൾസ് വയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ്, മീൻസ് ബാഗുകൾ, ബോക്സുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ വാങ്ങിക്കാൻ. ഞങ്ങൾ കൂടുതലും ട്രോട്ട് ഫിഷിനെയാണ് ക്യാമ്പ് ചെയ്ത് ഫിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ബെയ്റ്റുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പല ടൈപ്പ് കുറേ, അതായത് ഈ ബെയ്റ്റിന് തന്നെ പല ഫ്ലേവറിലുള്ളത് കുറേ ഇവിടെ കിട്ടും കേട്ടോ. കാരണം ഞങ്ങൾ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ കണ്ടിട്ടുള്ള ആകെ 2-3 ടൈപ്പ് ഫ്ലേവറിലുള്ളതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ ഫ്ലേവറിലുള്ള ബെയ്റ്റുകളുണ്ട് കേട്ടോ. ഈ വലിയ മീനുകളൊക്കെ കാണുമ്പോൾ ശരിക്കും ഒറിജിനൽ മീനുകളെ പോലെ തോന്നും. അത്രയ്ക്കും അടിപൊളിയാണ്, ഭയങ്കര നാച്ചുറാലിറ്റിയാണ് ഈ മീനുകൾക്കൊക്കെ. ഇത് കയ്യിലിങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് ആ റബ്ബറി ഇത് ഫീൽ ചെയ്യുക. അതർവൈസ് നമ്മളിങ്ങനെ ദൂരത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു മീനെ പോലെ തോന്നും. വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇളകി വരുന്നത് കണ്ടിട്ടില്ല, ശരിക്കും ഒറിജിനൽ മീൻ പോലെ തന്നെയാണ്. കണ്ടോ, ഫ്രോഗ് ടൈപ്പ്, അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. ഹുക്കുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ്, വെയ്റ്റ്. പിന്നെ ഇതിനെപ്പറ്റി ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. ഞാനും ഇവരുടെ കൂടി, അതായത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല ഫിഷിങ്. പക്ഷേ ആദ്യകുട്ടനും ഗോകുലിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിൻ്റെ ഒപ്പം ഞാനിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. ട്രോട്ട് ഫിഷിങ്ങിന് പോണേക്കുമ്പോൾ ഈ ട്രോട്ട് ഫിഷിന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഹുക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ പെട്ടെന്ന് വിട്ടു പോവില്ല. ഇത് ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒറ്റ ഹുക്കാണെങ്കിൽ അത് വിട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇതാണ് പൈക്ക് ഫിഷിനെ പിടിക്കാനുള്ള ലൂറ് കേട്ടോ. ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോയപ്പോൾ ഒരു സ്വീഡിഷ് അപ്പൂപ്പനെ കണ്ടിരുന്നു. ആ അപ്പൂപ്പനാണ് പറഞ്ഞത്, ഈ ലൂറിട്ട് പൈക്കിനെ പിടിച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും പൈക്കിനെ എന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ആൾ പറഞ്ഞത് വൈറ്റും ഓറഞ്ചും ആയിട്ടുള്ള ലൂറാണ് ഏറ്റവും ബെസ്റ്റ് പൈക്കിനെ പിടിക്കാൻ. ഇവിടെ പല ടൈപ്പ് ബെയ്റ്റുകളും വെയ്റ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗോകുലിന് പകുതിയും ഇതറിയില്ല. അപ്പോൾ ഗോകുലിനോട് പറയായിരുന്നു, ആദ്യകുട്ടുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞു തന്നെ ഇത് ഏത് ഫിഷിനെ പിടിക്കാനാണ് യൂസ് ചെയ്യണേന്ന്. കാരണം അവൻ അത്രയും ഫിഷിങ് വീഡിയോസ് ഇരുന്ന് കാണും. അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഫിഷിങ്. പിന്നെ ഗോകുലിനും ഇത് നാട്ടിൽ നിന്നേ ഗോകുലിന് നന്നായി ചെയ്യുന്നൊരു കാര്യമാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി ഹൈടെക് ആയിട്ട് ചെയ്യണം മാത്രം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഉള്ളവർക്ക് ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.